അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കേരള വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു സ്റ്റാളിലാണ്. ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം ടൗണിൽ എങ്ങനെയാണ് കുടിവെള്ളം ഇവർ എത്തിക്കുന്നത്, എത്രത്തോളം പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. ഇവ നമ്മടെ മൊത്താണ് പറയാനുണ്ട് നമ്മടെ കൊച്ചി കഥ ചൊല്ലാൻ പലതാണ്. സാധാരണ ഒരു പ്ലാന്റിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വെള്ളം, അതിന്റെ ഒരു ചെറിയ സ്കെയിലിംഗ് മോഡലാണിത്. അത് ചെറിയൊരു സ്ക്രീനിങ്ങിന് ശേഷം നമ്മുടെ ഇൻടേക്ക് വെല്ലാണ്. ഇൻടേക്ക് വെല്ലിന്റെ ഇതിന്റെ അടിയിൽ വെല്ലുണ്ടാകും. ആ വെല്ലിലേക്ക് വരുന്ന വെള്ളം ഇതൊരു പമ്പ് ഹൗസും കൂടിയാണ്. ഇൻടേക്ക് വെൽ കം പമ്പ് ഹൗസ് എന്നാണ് പറയുക. അവിടെ നിന്നും പമ്പ് ചെയ്ത് നമ്മൾ എയറേറ്ററിലേക്കാണ് അത് നേരെ ചെയ്യുന്നത്. ഗ്യാസ് ഫോമിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആ എയറേറ്ററിന്റെ അവിടെ വന്നു കഴിയുമ്പോൾ ഓക്സിജനുമായിട്ട് മാക്സിമം സമ്പർക്കത്തിലെത്തുകയും അവിടെ നിന്നും അത് ഓക്സിഡേഷൻ സംഭവിക്കും. ഗ്യാസ് ഫോമിലുള്ള മാലിന്യങ്ങൾ അവിടെ നിന്ന് തന്നെ റിമൂവ് ആവുകയും ചെയ്യും. അതിനുശേഷം ആ വെള്ളം വരുന്നത് വാട്ടർ കനാൽ. ആ കനാലിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഫ്ലാഷ് മിക്സറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കെമിക്കൽ ഹൗസിൽ നിന്നും 2 കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലമാണ്. ഇപ്പൊ ഈ കാണുന്ന പോലെ ക്ലിയർ ആയിരിക്കത്തില്ല എല്ലാ സമയത്തും വെള്ളം. അതിൽ വളരെ ചെളിയൊക്കെ ഉണ്ടാകുന്ന സമയം ഉണ്ടാവും. ചെളിയുള്ള സമയത്ത് അത് എത്രയും പെട്ടെന്ന് അടിഞ്ഞ് ആ സാധനം നമുക്ക് റിമൂവ് ചെയ്ത് നല്ല ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആലം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആലം ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ pH വേരിയേഷൻസ് ഉണ്ടാവും. കറക്റ്റ് വെള്ളത്തിന്റെ pH എത്തിക്കാനും വേണ്ടിയിട്ട് അതിനാവശ്യമായ ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം അത് എത്രമാത്രം നമ്മൾ ലൈം കൊടുക്കണമോ ആ അത്രയും ലൈം കൂടി നമ്മൾ ആഡ് ചെയ്ത് ഫ്ലാഷ് മിക്സറിൽ വെച്ച് ആ വെള്ളം അവിടെ കിടന്ന് മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. ഫ്ലാഷ് മിക്സറിൽ മിക്സ് ആയ വെള്ളം ഇവിടെ ഫ്ലോക്കുലേറ്ററിലേക്ക് എത്തുന്നു. ഇതിന്റെ സെൻട്രലുള്ള ഭാഗം ഉണ്ടല്ലോ, ആ സെൻട്രലുള്ള ഭാഗത്തിലേക്കാണ് എത്തുന്നത്. ആ ഭാഗത്ത് എത്തിയിരിക്കുന്ന വെള്ളം പെട്ടെന്ന് അവിടെ ചെളി അടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആലം മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അടിഞ്ഞിരിക്കുന്നതിന് ശേഷം അവിടെ ആ വെള്ളത്തിന്റെ ലെവലുണ്ട്. അതിന് മോളിക്കട അത് കവർ ചെയ്ത് വരത്തില്ല. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മോളിക്കട വരാത്തത് കൊണ്ട് തന്നെ മുകളിൽ പൊങ്ങി കിടക്കുന്ന മാലിന്യങ്ങൾ അവിടെ ബ്ലോക്ക് ആവും. അതിനുശേഷം ആ വെള്ളം പതിയെ അടിയിലൂടെയാണ് വരുന്നത്. വരുന്ന സമയത്ത് തന്നെ ആ ഫ്ലോക്ക് മാക്സിമം അവിടെ അടിഞ്ഞുകൊണ്ടിരിക്കും. ഏകദേശം 90% ഫ്ലോക്കും അവിടെ അടിഞ്ഞു കഴിയും. അതിനുശേഷമാണ് ഈ മൂന്നാമത്തെ ഈ സൈഡിലുള്ള ഈ ചാനൽ കണ്ടോ, ഈ ചാനലിലേക്ക് ഇവിടുന്ന് മുകളിലൂടെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ എന്ത് പറ്റും, കനമുള്ള മാലിന്യങ്ങൾ അടിയിലും കിടക്കും, ആ വെള്ളം മാത്രം മുകളിലേക്ക് വരികയും ചെയ്യും. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 90% നമ്മൾ ക്ലീൻ ആയിട്ട് അവിടെ നിന്നും ആ സാധനം നേരെ മണൽബെഡിലേക്കാണ്. പല ലെയറുകളായിട്ടാണ്. അപ്പൊ ഇത് മണൽബെഡിൽ വന്ന് ഇതിലും കൂടെ അരിച്ച് താഴെട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ പ്യൂരിഫൈ ആവും. അതിനുശേഷം ഇവിടുന്ന് ആ വെള്ളം നേരെ ക്ലിയർ വാട്ടർ സമ്പിലേക്കാണ് എത്തുക. ക്ലിയർ വാട്ടർ സമ്പിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ക്ലോറിൻ ഇതിന്റെ അത് ആഡ് ചെയ്യും. ക്ലോറിൻ ഗ്യാസ് ഫോമിലാണ് വരുന്നത്. അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ക്ലിയർ വാട്ടർ പമ്പ് ഹൗസിൽ നിന്നും ഓവർഹെഡ് ടാങ്കുകളിലേക്കോ അല്ലെങ്കിൽ സപ്ലൈ ലൈനിലേക്കോ കൊടുക്കുന്നത്. ഓവർഹെഡ് ടാങ്കിൽ നിന്നും ഉപഭോക്താക്കളുടെ ഇടയിലേക്ക് നമ്മൾ സപ്ലൈ ലൈനിലേക്ക് വിടുന്നു. ഈ ഒരു ഡെമോ ക്രിയേറ്റ് ചെയ്തത് ആരാണെന്ന് അറിയില്ല, പക്ഷെ അത് മനോഹരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു തല എന്ന് പറയുന്നത് തന്നെ സാറ് തന്നെയാണ്. ഞങ്ങൾ കൂടെ നിന്ന് വർക്ക് ചെയ്തു. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോയത് ജയന്റെ സാർ തന്നെയാണ്. ജയന്റെ സാർ ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നുണ്ട്. കാരണം ഇത്രയും ഒരു സപ്പോർട്ട് തരുന്ന ഒരു സാറ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. നല്ല രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവരാണ് ഇത് മൊത്തത്തില് ഈ ഒരു സംഭവം സെറ്റപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഒരു കൊച്ചിക്കാരനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എങ്ങനെയാണ് പൈപ്പിൽ വെള്ളം വരുന്നത് എന്ന് ആരും അങ്ങനെ അറിയാൻ വേണ്ടി ശ്രമിക്കാറില്ല. അപ്പൊ അതിന്റെ ഒരു ക്ലിയർ ഡെമോ ആണ് നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം ഈ ഒരു സംഭവം ചെയ്ത് കാണിച്ചു തന്നതിൽ. കാരണം ഞാൻ ഒരു കണ്ണൂരുകാരനാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടുത്തെ വെള്ളം എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത്.